നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് പല ആളുകൾക്കും വാട്സപ്പിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ ചില ആളുകൾ പറയാറുണ്ട് കോൺടാക്റ്റുകൾ ലിസ്റ്റിൽ കാണിക്കുന്നില്ല. ചില ആളുകൾ പറയും വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ വളരെ സമയം എടുത്തിട്ടാണ് നമ്മളൊരു വ്യക്തിയുടെ പ്രൊഫൈലൊക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും, വളരെ ലാഗാണ് വാട്സപ്പ് ഉപയോഗിക്കാൻ, എന്താണ് പ്രശ്നം എന്നൊക്കെ പല ആളുകളും ചോദിക്കാറുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു വിധത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ് നോക്കുന്നത്. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് ഇതുപോലെ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഏറ്റവും മുകളിൽ ഒരു ഐ ബട്ടൺ കാണും. ചില മൊബൈൽ ഫോണിൽ താഴെ ഭാഗത്തായിരിക്കും ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ചില മൊബൈൽ ഫോണിൽ ആപ്പ് ഇൻഫോ എന്ന് കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇനി ഇല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സിനകത്ത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ മാനേജർ എന്നോ അല്ലെങ്കിൽ ആപ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻ എന്നോ ചില മൊബൈൽ ഫോണിൽ ആപ്സ് എന്നോ കാണാൻ സാധിക്കും, അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പണായി വരും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം, ഇവിടെ പെർമിഷൻസ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ കാണാൻ സാധിക്കും, പെർമിഷൻ എന്നുള്ള ഭാഗം അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ പെർമിഷൻസ് ആണ് നമ്മൾ കൊടുത്ത് നോക്കുക. ഇവിടെ താഴെ ഭാഗത്തേക്ക് നോക്കുക, നോട്ട് അലോവ്ഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിനകത്ത് എന്തൊക്കെയാണോ നിങ്ങളുടെ പെർമിഷൻസ് കൊടുക്കാതെ കിടക്കുന്നതെന്ന് കാണാൻ സാധിക്കും. അത് നിങ്ങളുടെ ഇവിടെ കോൺടാക്റ്റ് എന്നുള്ള പെർമിഷൻ കാണാൻ സാധിക്കും. ഈ കോൺടാക്റ്റ് പെർമിഷൻ ഇത് നിങ്ങൾ അലോ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഗാലറിയിൽ ഫോട്ടോ വീഡിയോ കാണുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കാണാൻ നിങ്ങൾക്ക് ഫോട്ടോ ആൻഡ് വീഡിയോ എന്നുള്ളത് ഇത് നിങ്ങൾ പെർമിഷൻ കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കുക. കൊടുത്തിട്ടില്ലെങ്കിൽ ആ പെർമിഷൻസൊക്കെ കൊടുക്കുക. കോൾ വരുന്നില്ലെങ്കിൽ ഈ കോൾ പെർമിഷൻ കൊടുക്കുക. പെർമിഷൻസൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇതേ സ്ഥലത്ത് തന്നെ നമുക്കിവിടെ താഴെ ഭാഗത്തേക്ക് വന്നാൽ സ്റ്റോറേജ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഈ സ്റ്റോറേജ് ഭാഗത്ത് ഇതുപോലെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ട് ഭാഗം കാണാൻ സാധിക്കും. ഒന്നാമത്തെ ക്ലിയർ ഡാറ്റ എന്നുള്ളതും രണ്ടാമത്തെ ക്ലിയർ ക്യാഷ് എന്നുള്ള രണ്ട് ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ ഒന്നാമത്തെ കാണുന്ന ക്ലിയർ ഡാറ്റ ഒരിക്കലും നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോകരുത്. ക്ലിക്ക് ചെയ്ത് പോയാൽ നിങ്ങളുടെ ചാറ്റ് മെസ്സേജുകളൊക്കെ ഡിലീറ്റ് ആയി പോകും, നിങ്ങളുടെ വാട്സപ്പൊക്കെ ലോഗൗട്ടായി പോകും. രണ്ടാമത് വീണ്ടും വാട്സപ്പ് OTP ഒക്കെ കൊടുത്ത് നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടി വരും. മാത്രമല്ല നിങ്ങളുടെ എല്ലാ ഡാറ്റകളും മിസ്സാകുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ക്ലിയർ ഡാറ്റ എന്നുള്ള ഇത് നിങ്ങൾ സെലക്ട് ചെയ്യാൻ പാടില്ല. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്ലിയർ ക്യാഷോ ക്ലിക്ക് ചെയ്യുക. ഓർക്കുക, വീണ്ടും പറയാണ്, മുകളിൽ കാണുന്ന ക്ലിയർ ഡാറ്റ കൊടുക്കരുത്. കൊടുത്താൽ നിങ്ങളുടെ വാട്സപ്പ് മൊത്തത്തിൽ ക്ലീൻ ആകും. ഇവിടെ ക്ലിയർ ക്യാഷോ എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് ചില മൊബൈൽ ഫോൺ താഴെ ഭാഗത്ത് ആയിരിക്കും, ചില മൊബൈൽ ഫോൺ മുകളിലായിരിക്കും. ഞാൻ ഉപയോഗിക്കുന്ന ഓപ്പോ മൊബൈൽ ഫോണിൽ ഇതുപോലെയാണ് കാണുന്നത്. ഇവിടെ ക്ലിയർ ക്യാഷോ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് കൊടുത്താൽ മതി, ഒന്നും നഷ്ടപ്പെടില്ല, ഒരു ഡാറ്റയും നഷ്ടപ്പെടില്ല. പക്ഷേ മുകളിൽ കാണുന്ന ക്ലിയർ ഡാറ്റ കൊടുത്താൽ എല്ലാ ഡാറ്റയും ക്ലിയർ ആയി പോകും. അതിനുശേഷം നിങ്ങൾ വാട്സപ്പ് ഉപയോഗിച്ച് നോക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ടുണ്ടാകും. മാത്രമല്ല നിങ്ങളുടെ വാട്സപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ വളരെ ഫാസ്റ്റായിട്ട് ഓപ്പൺ ചെയ്യുന്നത് കാണാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.